നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിൽ കഴിഞ്ഞ രാത്രി മോഷണം നടന്നു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ്. മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആത്മാഭിമാന സംഗമം നടത്തി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ പോലീസ് പിടികൂടി. കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കഞ്ചാവ് കേസിൽ 2 പേരെ പിടികൂടി കൊടകര പോലീസ്. വാർത്തകൾ വിശദമായി. നെല്ലായിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നു. നെല്ലായി സെന്ററിലെ വയലൂർ റോഡിലുള്ള മിനി മാർട്ട് എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. ഷട്ടറിന്റെ പൂട്ട് തകർത്തകത്ത് കിടന്ന മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 9,200 രൂപ കവർന്നു. കടയ്ക്കുള്ളിലുണ്ടായിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് മേശ തുറന്നത്. ഈ വെട്ടുകത്തിയും ഷട്ടറിന്റെ പൂട്ടും തകർക്കാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന കമ്പിപ്പാരയും കടയുടെ സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമീപത്തെ ധനകാര്യ സ്ഥാപനത്തിലും ഡെന്റൽ ക്ലിനിക്കിലും മോഷണ ശ്രമം നടന്നിട്ടുണ്ട്. കൊടകര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നെല്ലായി മേഖലയിൽ മോഷണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. 3 മാസം മുൻപ് വയലൂരിലെ പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയിരുന്നു. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആത്മാഭിമാന സംഗമം നടത്തി. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യവുമായി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആത്മാഭിമാന സംഗമം നടത്തി. KSKTU കൊടകര സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആത്മാഭിമാന സംഗമം KSKTU ജില്ലാ സെക്രട്ടറി TK വാസു ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ EK അനു, PR പ്രസാദൻ, KD അപ്പച്ചൻ, ശ്യാംഭവി രാജൻ, അമ്പിളി സോമൻ, KG രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുറച്ച് മുതിർന്നവരോട് നിങ്ങൾ ചോദിക്കണം. എൻ്റെ നാട്ടില് ഞാൻ കുന്നംകുളത്തുകാരനാണ്. അപ്പോൾ എൻ്റെ നാട്ടില് ഞാൻ ജനിച്ച ചെറിയ കാലത്ത് ചെറുപ്പത്തിൽ 4 സ്ത്രീകളുണ്ടായി. ആ സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് മുന്നിലൊരു കെട്ട് മാത്രമാണ്, ഒരു തുണി കെട്ടിയിട്ടു. അത് ഈ കഴുത്തിലിങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഒരു ത്രികോണാകൃതിയിൽ ഇങ്ങോട്ട് താഴേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ എന്നവരോട് ഞങ്ങൾ ചോദിച്ചു. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച ജോലിക്കാരിയെ പോലീസ് പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി കിഴുവാട്ട് വീട്ടിൽ 54 വയസ്സുള്ള അജിതയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടുപ്പശ്ശേരി കച്ചേരിപ്പടി സ്വദേശി തവളക്കുളങ്ങര വീട്ടിൽ നിധിന്റെ വീട്ടിലെ അലമാരയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 9.75 പവൻ സ്വർണമാണ് മോഷ്ടിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO B ഷാജിമോൻ, SI KP ജോർജ്, GSI T ജെയ്സൺ, GASI മിനിമോൾ, CPOമാരായ KS സിനേഷ്, KS സനില എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി മത്സരം നടത്തി. കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മേൽശാന്തി ചുള്ളിമംഗലത്ത് മനവാസുദേവൻ തിരുമേനി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി BSc ഒപ്റ്റോമെട്രി പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ VS അഞ്ജലിയെ സീരിയൽ താരം ഷാൻസായ് KS ആദരിച്ചു. കൺവീനർ ശിവരാമൻ കറുത്തുപറമ്പിൽ, പ്രസിഡന്റ് ഗംഗാധരൻ പാമ്പുങ്ങൽ, സെക്രട്ടറി സുകുമാരൻ നാനാട്ടി എന്നിവർ നേതൃത്വം നൽകി. മൈഥിലി കുറ്റിച്ചിറയും കാവിലമ്മ പൂലാനിയും ടീമുകളാണ് ഓണം കളി മത്സരത്തിൽ പങ്കെടുത്തത്. മുഖം പാടിയതെന്തേ പുഞ്ചിരിപ്പു മാഞ്ഞിടും
മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ ആർട്ട് ഫെസ്റ്റ് നടത്തി. മേലൂർ പൂലാനി ശ്രീ ധർമ്മശാസ്ത്ര വിദ്യാനികേതനിൽ കൊലുസ് 2K25 എന്ന പേരിൽ ആർട്ട് ഫെസ്റ്റ് നടത്തി. കലാമണ്ഡലം പ്രൽസജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക റോഷ്നി CM, വിദ്യാലയ സമിതി രക്ഷാധികാരി V. വേണുഗോപാൽ, വിദ്യാലയ സമിതി സെക്രട്ടറി പ്രകാശൻ MB, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് PM എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ അരങ്ങേറി. അധ്യാപികമാരായ നീതു CM, മിനി CC, അനഘ ബാലൻ, വിണ്ണി കൃഷ്ണ, MB അശ്വതി, KR കൃഷ്ണേന്ദു, അനറ്റു വർഗീസ്, നിഷ PV, ഷമിത തങ്കപ്പൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കഞ്ചാവ് കേസിൽ 2 പേരെ കൊടകര പോലീസ് പിടികൂടി. 1.25 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 2 യുവാക്കളെ കൂടിയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. വല്ലപ്പാടി ചെങ്ങിനിയാടൻ വീട്ടിൽ എബിൻ, വല്ലപ്പാടി കേശവനഗർ പണക്കാരൻ വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എബിന്റെ വീട്ടിൽ നിന്ന് ഒരാഴ്ച മുൻപാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവ ദിവസം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, ASI-മാരായ ഷീബ, ആഷ്ലിൻ, സീനിയർ CPO ഡെനിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായി. അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് തുടക്കമായത്. സെപ്റ്റംബർ 29 വരെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞം. ആദ്യ ദിവസത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വാർത്തകൾ തുടരുന്നു. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്കിന്റെ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ അലൂമിനി മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് CBR സിറ്റി അസ്രെ എന്ന അലൂമിനിയൻ അസോസിയേഷന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ലീഡ് ജില്ലാ മാനേജർ EK അജയ് ഉദ്ഘാടനം ചെയ്തു. CBR സിറ്റി ഡയറക്ടർ G. കൃഷ്ണമോഹൻ അധ്യക്ഷത വഹിച്ചു. അസ്രെ പ്രസിഡന്റ് ബിജു കാളിയങ്കര സ്വാഗതം ആശംസിച്ചു. മിനി മാർക്ക് ഉടമ സബിത ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലോഗോ പ്രകാശനവും ശിലാഫലകം അനാച്ഛാദനവും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടത്തി. രാജീവ് ML, ജനീഷ് PJ, PV സരിത, KP പ്രവിത, MM മധു, ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും സദ്യയുമുണ്ടായി. തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തി മാർ ജേക്കബ് തൂങ്കുഴിക്ക് അന്തിമോപചാരം അർപ്പിച്ച് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തുന്നതിനുള്ള ഉത്തരവും മന്ത്രിയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രത്യേക ചുമതല നൽകി. രാജ്യത്തിന്റെ ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള വലിയ ഇടയന്റെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖമനുഭവിക്കുന്ന വൈദികർ, സഹപ്രവർത്തകർ തുടങ്ങി എല്ലാ സഭാവിശ്വാസികളെയും സർക്കാരിന്റെ പേരിൽ ദുഃഖമറിയിക്കുന്നതായി മന്ത്രി പറഞ്ഞു. മാർ ജേക്കബ് തൂങ്കുഴി പിതാവിന്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാൻ അവസരം കിട്ടിയവരാണ് തങ്ങൾ ഉൾപ്പെടുന്ന തലമുറകൾ. കടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിന്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി നേതൃത്വം നൽകിക്കൊണ്ട് ആരംഭിച്ചതാണ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ രൂപതയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത പിതാവായിരുന്നു തൂങ്കുഴി പിതാവ്. ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായി എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും ഹാസ്യവും നർമ്മവും കലർന്ന ലളിതമായ സംഭാഷണങ്ങൾ കൊണ്ട് പ്രതിസന്ധികളെ ലഘൂകരിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തനിക്കൊരിക്കലും മറക്കാനാകില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. ചുണ്ടുകളിൽ തിരഞ്ഞു
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലായിയിലെ വ്യാപാര സ്ഥാപനത്തിൽ കഴിഞ്ഞ രാത്രി മോഷണം നടന്നു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല, അഭിമാനമാണ്. ലൈഫ് വ്യാമോഹമല്ല, യാഥാർത്ഥ്യമാണ്. മുദ്രാവാക്യമുയർത്തി കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ആത്മാഭിമാന സംഗമം നടത്തി. ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ജോലിക്കാരിയെ പോലീസ് പിടികൂടി. കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ നേതൃത്വത്തിൽ വനിതകളുടെ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. കഞ്ചാവ് കേസിൽ 2 പേരെ പിടികൂടി കൊടകര പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.